ഹലോ ഫ്രണ്ട്സ്, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ വേൾഡ് കപ്പിന് അവശേഷിക്കുന്നുള്ളൂ. ഏവരും വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരാൾ ഒന്നിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളിൽ വന്നു ചേരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ മെസ്സിയുടെ വേൾഡ് കപ്പ് സ്റ്റോറി. കോപ്പ അമേരിക്ക ഫൈനലുകളിൽ തുടർച്ചയായി തോറ്റു. ജർമ്മനിയോട് വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റു. അങ്ങനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ മെസ്സി അർജന്റീനയ്ക്ക് ഒരു കപ്പ് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തവൻ എന്ന് കളിയാക്കി ചിരിച്ചു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ആദ്യ മത്സരം തന്നെ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് തോൽവികൾ അറിയാതെ ഫ്രാൻസിനൊപ്പം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 36 വർഷത്തെ കാത്തിരിപ്പ് അവിടെ അവസാനിച്ചു. മെസ്സി വേൾഡ് കപ്പിൽ നിൽക്കുന്നു. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീഗോ മർഡോണ അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് അടിക്കുമ്പോൾ മെസ്സി ജനിച്ചിട്ട് പോലുമില്ല. കൃത്യം 36 വർഷങ്ങൾക്ക് ശേഷം ആ മർഡോണ മരണമടഞ്ഞപ്പോഴാണ് മെസ്സിയുടെ കൈകളിൽ ഈ സ്വർണ്ണ കപ്പ് വീണ്ടും എത്തുന്നത്. സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ഇപ്പോഴും മെസ്സിയാണ്. 2026 ചരിത്രം മാറുമോ, അല്ലെങ്കിൽ ചരിത്രം തന്നെ മെസ്സിയുടെ പേരിൽ രേഖപ്പെടുത്തുമോ? വേൾഡ് കപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്ക്.